ഞങ്ങളിപ്പോൾ ഉള്ളത് സരോവരം നടക്കുന്ന മനോരമ ക്യു കേരളയുടെ മിഷനറി ആൻഡ് ട്രേഡ് എക്സ്പോയിലാണ്. നമുക്കൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം. ബാ, നല്ല തിരക്കാണ്. ഫുൾ ഗ്രൗണ്ട് ഫുള്ളാണ്. ഞങ്ങൾ വിചാരിച്ചില്ല ഇത്ര തിരക്കുണ്ടാവുന്നു. അതും ഇന്ന് ഫ്രൈഡേ ആണ്. സാറ്റർഡേ സൺഡേ ഒക്കെയാണ് പിന്നെയും. പക്ഷെ ഇന്ന് നല്ല തിരക്കുണ്ട്. എല്ലാവരും ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അതും കാലിക്കറ്റ് മാത്രമല്ല, കുറേ സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. സ്കാൻ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇവിടെ തന്നെ QR കോഡ് ഉണ്ട്, സ്കാൻ പാക്ക് ചെയ്യുന്ന മെഷീൻ ഒരു കറക്റ്റ് ഗ്രാമിനായിട്ട് പാക്ക് ചെയ്യുന്നു. ഇതിങ്ങനെ ഗ്രാമിനൊക്കെ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുമോ? പൗഡർ, ലിക്വിഡ് എല്ലാം പാക്ക് ചെയ്യാം. എല്ലാം പാക്ക് ചെയ്യുന്ന മെഷീൻ, സെപ്പറേറ്റ് മെഷീൻസ് ആണ്. സിപ്പപ്പ്, കടലമിഠായി, ചോക്ലേറ്റ്. എങ്ങനെ നമ്മൾ ഗ്രാം അടിച്ചു കൊടുക്കുക? അതെ, സെറ്റ് ഓട്ടോമാറ്റിക്കലൊക്കെ സെറ്റ് ചെയ്ത് മെഷീനാണ്. മെഷീനിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്ട്സ്, ഐ മീൻ ഇതിപ്പോൾ വെജിറ്റബിൾസ് ആണ്, ഏത് കേസിലും ഫ്രൂട്ട്സ് ആയാലും മീറ്റ്സ് ആയാലും നമുക്ക് ആ മെഷീൻ യൂസ് ചെയ്ത് ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ക്യാരറ്റിൻ്റെ ചോപ്പ് ചെയ്തിട്ടുള്ള ഫോമാണ്. ഇതിന് നമ്മൾ ഡെമോണീസ് ആണ്. ഇത് നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ട് വാം വാട്ടർ 20 മിനിറ്റ്സ് ബിഫോർ ആയിട്ട് ഇതേപോലെ കീപ്പ് ചെയ്ത് അതിൻ്റെ നോർമൽ ഫോമിലോട്ട് വരും. അതേപോലെ ടൊമാറ്റോൻ്റെ ഒറിജിനൽ ഫോമാണ്, പക്ഷെ ഇത് ഡീഹൈഡ്രേറ്റ്. ഓക്കെ, 24 hours നമ്മളതിൽ കീപ്പ് ചെയ്തിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യും. പക്ഷെ അതിൻ്റെ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് ഷെൽഫ് ലൈഫ് എത്ര കിട്ടും? 1 year വന്നിട്ട് 1 year വരെ. നമ്മൾക്ക് ആ പെർഫെക്ഷനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല സർ. ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ നമ്മൾ ഫീൽ ചെയ്യും. ആക്ച്വലി ഇപ്പോൾ ഇഞ്ചിയുടെ കേസിലൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചുക്കാവുകയല്ലേ ചെയ്യണം. പക്ഷെ സ്മെല്ല് പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. ഈ ജിഞ്ചറിനെ ഞാൻ വെള്ളത്തിലിട്ട 20 മിനിറ്റ്സ് വന്ന് കഴിഞ്ഞാൽ അത്രയും ഒരു ഇപ്പോൾ സിറ്റുവേഷനിൽ നമുക്കറിയാലോ, ഇപ്പോഴത്തെ ഒരു ഈസി വേ എന്നുള്ള ഒരു ഇതിൽ വരുമ്പോൾ എല്ലാം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ യാത്രയൊക്കെ ചെയ്യുന്ന സിറ്റുവേഷനിലൊക്കെ ക്യാരി ചെയ്യാനും അതുപോലെ ഇത്രയും ലോങ് പീരീഡ് ലൈഫും വരുന്നുണ്ട്. ഡ്രൈ ചെയ്ത് വെച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യാം. ഓക്കെ, ഇത് വേണോ? ഇത് വീട്ടിലോട്ടൊന്നും ആവശ്യം വരുമോ? ഇത് മറ്റേ കത്തിക്കുന്നില്ലേ വേസ്റ്റ് അല്ലേ? പക്ഷേ ഇല്ല, എങ്ങനെയാ അത്? ഫുഡ് വേസ്റ്റ്. കോക്കനട്ട് മിൽക്ക് എക്സ്ട്രാക്ട്, ഇടിയപ്പം മേക്കിംഗ് മെഷീൻ. കല്യാണം പറയും. പിക്കിൾ ഫില്ലിംഗ്, ഇതാണ് മെഷീൻ. ഇതിൻ്റെയൊക്കെ റേറ്റ് എഴുതിയിട്ടുണ്ട്. ഇടിയപ്പം, മെഷീനൊക്കെ എത്രയും കപ്പാസിറ്റി
മനസ്സിലാവൂലേ? സാൻഡ്വിച്ച് ബ്രെഡ് ബേക്കറി തുടങ്ങുമ്പോ മിക്സർ മേക്കിംഗ് മെഷീൻ, നംകീൻ മിക്സർ മെഷീൻ. ബനാന ചിപ്സ്, ബേക്കറി തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ ഹോട്ട് സാധനങ്ങളല്ലേ? ചോക്ലേറ്റ് ഉണ്ട്. ഹോട്ട് ചോക്ലേറ്റ് ഫൗണ്ടൻ മെഷീൻ. നമുക്ക് എന്തെങ്കിലും പിന്നെ ഹോട്ട് ചോക്ലേറ്റും കുറച്ച് സ്ട്രോബെറിയും വാങ്ങിച്ച് വെച്ച് ഒരു കുഞ്ഞു കട തുറന്നതാണ്. കേടുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും. ഇതുണ്ട് നല്ല വൃത്തിയായിട്ട് തേങ്ങ തെങ്ങുംതോപ്പുള്ളവരാണെങ്കിൽ ഏതൊരു സാധാരണ വ്യക്തിക്കും വളരെ ഈസി ആയിട്ട് തേങ്ങ പൊളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെഷീനാണ്. നല്ല വൃത്തി ഏതൊരു സാധാരണ വ്യക്തിക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. ഞാൻ ഇതെങ്ങനെ ചെയ്യാന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. തേങ്ങ പൊളിക്കാൻ ഈ മെഷീൻ ഓണാക്കി വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റും. ഇതിന് എത്രയാണ് വരുന്നത്? 95,000 വരുന്നത്. ഇത് എത്ര ലിറ്റർ എടുക്കാൻ പറ്റുക? 20 കിലോ പെർ അവർ. അച്ചപ്പം ഉണ്ടാക്കുന്നത് അല്ലേ? സോളാറുണ്ട്. അങ്ങനെ ഇലക്ട്രിക് 30% വരെ കറണ്ട് ബില്ല് കുറയ്ക്കാം. വീട്ടിലേക്ക് ഏ? 6,000 ഇതെങ്ങനെ രൂപയായി. കുറയ്ക്കുന്നത്? രണ്ട് പീസ് വെള്ളം വേഗം ഡ്രൈ ആവും. ബാത്റൂമിനകത്തോ പുറത്തോ കിച്ചണിലോ പാത്രം കഴുകുന്ന ഗ്രേ ഉണ്ടോ അതിന്റെ? ഇത് മതിയോ? ഇതാണ് പറഞ്ഞത് ഇതല്ല, ചപ്പാത്തി മേക്കർ. ഓ അവിടുന്ന് റൊട്ടി മേക്കർ. അത് മാവൊക്കെ അതന്നെ കുഴച്ച് അതന്നെ റൊട്ടിയാക്കി തരും. ആ റൊട്ടിമാറ്റിക് ആ സാധനം. ഇതെന്റെ വീട്ടിലുള്ളതാ. ഇതുണ്ട്, വീട്ടിലുണ്ട് അല്ലേ? ഫ്രൈ അല്ലേ? വേണോ സ്നാക്സ് എന്തെങ്കിലും? വേണ്ട. എന്തൊക്കെയത്? ബീട്രൂട്ട്. എനിക്ക് അണ്ടിപ്പരിപ്പ് മാത്രം കാണാൻ കണ്ടിട്ട് ഏത് കണ്ടി വരുമ്പോ എനിക്ക് തോന്നുന്നു ഇല്ല. അതാ പൊരിക്കത് അവിടെ ഉണ്ടോ? എണ്ണയിൽ പൊരിക്കുന്നേ. ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും. ഫാൻ പിഴിഞ്ഞെടുക്കുന്ന ജ്യൂസ്. ഇത് ഫാനൊക്കെ തുടയ്ക്കാൻ പറ്റുന്ന സാധനം അത് അല്ലേ? അത് ഏത്? ഫാൻ തുടയ്ക്കുന്ന മടക്കി വെച്ച് ഇങ്ങനെ തുടയ്ക്കാൻ പറ്റും. നമുക്ക് അല്ലെങ്കിൽ ലാഡർ വെച്ച് ഇത് വേണോ? കയറണ്ടേ? മസാജ്. മസാജിങ് മെഷീൻ കൊള്ളാല്ലേ? ഇത് നിന്നിട്ട് മസാജ് ചെയ്യുന്നേ. ഇതിലങ്ങോട്ട് കിടന്ന ഇത് ബർത്ത്ഡേന് ഗിഫ്റ്റ് കൊടുത്താലോ അച്ഛന്? എത്രയാ? കോട്ടൺ ഹാൻഡ്ലൂം ഡ്രസ്സസ്. എന്തിന്റെ വിലയായിരിക്കും. കോട്ടൺ ഹാൻഡ്ലൂം വേണോ? എത്ര മെഷീനാ? കപ്സ് ഒക്കെ ഉണ്ടാക്കുന്നു. കപ്പ്, പ്ലേറ്റ്, എന്തൊക്കെ. കടിക്കോ? കടിക്കാനോ? എന്തിനാ യൂസ് ചെയ്യുന്നത്? റോബോട്ട് ഡോഗ്. റോബോട്ട് ഡോഗ്. ഇതിനെ കൊണ്ട് എന്താ ഉപയോഗം?
എനിക്കറിയില്ല. സ്നേഹിക്കോ എന്നത് സാഷ്ടാംഗം. ബാ, എനിക്ക് ഒരു കാല് വേദന നനക്കുന്നതാണെങ്കിൽ നല്ലതായിരുന്നു. ഒന്നും ചെയ്യുന്നില്ല. എടുക്കുന്നുണ്ട്. മതിയായോ തമ്പു? എന്തായാലും മതിയേ. ഏ ആ മതിയേ. എന്ത് മെഷീനാ മേടിക്കാൻ പോന്നെ? ഞാൻ ഓയിൽ പ്രസ്, ഓയിൽ മേക്കിങ്ങും ഡീഹൈഡ്രേറ്ററും വേണം. ഡീഹൈഡ്രേറ്ററും പിന്നെ ഹോട്ട് ചോക്ലേറ്റ് ഫൗണ്ടനാ? അതെന്തിനാ? അത് സ്റ്റോൾ ഇടാൻ. സ്ട്രോബെറി വാങ്ങിച്ചിട്ട് സ്ട്രോബെറി ലണ്ടനിൽ കിട്ടുന്ന സാധനം കൊടുക്കാൻ. അതാണോ? വണ്ടി എവിടെയാ? വണ്ടി തപ്പാനുള്ള ഒരു ടാസ്ക് ആണ് ഇവിടെ. വണ്ടി എനിക്ക് കാല് വേദന എടുക്കുന്നുണ്ട്. ബാട്ടേന്റെ ഷൂ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നല്ല അലമ്പ് ഷൂ ആണ്. അതിങ്ങനത്തെ ഷൂ ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ഒരുമാതിരി മുന്നു കൂർത്ത ഷൂവും പേടിച്ച് നടക്കും. പിന്നെ എനിക്ക് എവിടുത്തെ ഷൂ? സ്കെച്ചേഴ്സിന്റെ ഷൂ. നമ്മളെ വണ്ടി പോയി. അതാ അതാ അതല്ലേ. ഫോൺ അടിച്ചു നോക്ക്. ഐ മീൻ അൺലോക്ക് ചെയ്ത് നോക്ക്. ബുദ്ധിമതി. നോക്കട്ടെ. ആണ് വണ്ടി തിരി. അവിടേക്കാണല്ലോ. അൺലോക്കേ. ഇത്രയും ദൂരെയാണല്ലോ. അൺലോക്കേ. നല്ല മഴയും വരുമ്പോ നല്ല വെയിലായിരുന്നു. നല്ല വെയില്. അപ്പൊ ഇവിടെ വരികയാണെങ്കിൽ എന്തായാലും ഉച്ചക്ക് വന്നാ മതി അല്ലേ? നട്ടുച്ചക്ക്. അപ്പോഴും തിരക്കായിരിക്കും. പക്ഷെ അപ്പം തിരക്കായിരിക്കോ? കുറെ നേരം നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. കാരണം ഇവിടെ ഒരു എൻട്രിയും ഒരു എക്സിറ്റും ആണ്. എന്താ എല്ലാരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ബ്ലോക്ക്ഡായി കിടക്കുക. കുറെ നേരം നമ്മൾ പോസ്റ്റ് അടിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും ഇങ്ങോട്ടേക്ക് വരാണ്ടെങ്കിൽ ബൈക്ക് എടുത്തിട്ട് എങ്ങാനും വരിക, അല്ലെങ്കിൽ നടന്ന് വരിക. കാർ എടുത്തിട്ടാണെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരിക.